ഹായ് ഓൾ. നമ്മൾ ഇവിടെ ബയോളജിയുടെ ഒരു സെക്ഷൻ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ ബയോളജി ആണെന്നുള്ളത് അല്ലേ. ഇപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പോൾ ഓൾറെഡി പോർഷൻസ് എല്ലാം തീർന്നിട്ട് നമ്മൾ റിവിഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും അല്ലേ എല്ലാവരും. ഈ ഒരു ചാപ്റ്റർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. ഒരു ചാപ്റ്റർ ഏതായിരിക്കും? ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലേ. +2 സുവോളജിയിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പോൾ മിസ് പറയുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് 20 മാർക്സ് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ക്വസ്റ്റ്യനും മിസ് പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ശ്രദ്ധിച്ചിരിക്കുക, നോട്ട് ചെയ്യേണ്ട പോയിൻറ്റ്സ് നോട്ട് ചെയ്തെടുക്കുക. കാര്യം വേറെ ഈ ഒരു പോർഷനിൽ നിന്ന് വേറെ ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തിക്കുന്ന രീതിയിലായിരിക്കും മിസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്താൽ ഷുവറായിട്ടും നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കറക്റ്റ് മാച്ചിങ് ഓഫ് ദി ഇവൻറ്റ്സ് ഒക്കറിങ് ഡ്യൂറിങ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ ഓർക്കേണ്ട കാര്യം മെൻസ്ട്രൽ സൈക്കിളിൽ ഏതൊക്കെ ഫേസസ് ആണ് വരുന്നത് അതാദ്യമേ ഒന്ന് ഓർത്തിരിക്കാം. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് അവർ തന്നെ ഫേസസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഫേസ് ഏതാണ്? മെൻസ്ട്രൽ ഫേസ് അല്ലേ. അടുത്ത ഫേസ് ആണ് ഓവുലേഷൻ ഫേസ് അല്ലെങ്കിൽ ഓവുലേറ്ററി ഫേസ്. തേർഡ് ഫേസ് എന്താണ്? പ്രോലിഫറേറ്റീവ് ഫേസ്. ആൻഡ് ലാസ്റ്റ് ഫേസ് ആണ് അവർ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയം ഡെവലപ്പ് ചെയ്യുന്ന ഫേസ് ആയതുകൊണ്ട് ആ ഫേസിനെ നമുക്ക് എന്ത് വിളിക്കാം? ലൂട്ടിയൽ ഫേസ് എന്ന് പറയാം. ഓക്കെ, ആ ലൂട്ടിയൽ ഫേസിനെ തന്നെ ഒരു പേരും കൂടി നമുക്ക് വിളിക്കാം. ദാറ്റ് ഈസ് ദി സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസ് ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, അപ്പം 4 ഫേസസ്. ആദ്യത്തെ ഫേസ് ഏതായിരുന്നു? മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ്. സെക്കൻഡ് ഫേസ് എന്താണ്? ഓവുലേറ്ററി ഫേസ്. തേർഡ് ഫേസ് പ്രോലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ അതിനെ വേറൊരു പേര് പറയാവുന്നത് ഫുള്ളിക്കുലാർ ഫേസ്. ഫുള്ളിക്കുലാർ ഫേസ്. ഓക്കെ, ഇങ്ങനെയാണ് 4 ഫേസസ് വരാം. ഈ 4 ഫേസസും നമ്മുടെ ബോഡിയിൽ കറക്റ്റ് സീക്വൻഷ്യൽ ഇവൻസിൽ ഒരു 28 ഡേ സൈക്കിളിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവൻസിലേക്ക് പോവാം. സോ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിലിൻ്റെ ബോഡിയിൽ 4 ഹോർമോൺസ് ആയിരിക്കും ഉണ്ടാവുക. 2 പിറ്റ്യൂട്ടറി ഹോർമോൺസും 2 ഒവേറിയൻ ഹോർമോൺസും. ഓക്കെ, ഏതൊക്കെയാണ്? 2 പിറ്റ്യൂട്ടറി ഹോർമോൺസും 2 ഒവേറിയൻ ഹോർമോൺസും. പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഏതൊക്കെയാണ് മക്കളെ? പഠിച്ചിട്ടുള്ളതാണല്ലോ, ഇപ്പോൾ റിവിഷൻ ടൈം ആണല്ലോ, ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാമല്ലോ എല്ലാവർക്കും. ഏതൊക്കെയായിരിക്കും പിറ്റ്യൂട്ടറി ഹോർമോൺസ് വരിക? ആലോചിച്ച് നോക്കിയേ. LH ആൻഡ് FSH അല്ലേ. LH ആൻഡ് FSH. എന്താണ് LH എന്ന് വെച്ചാൽ? ലൂട്ടിനൈസിങ് ഹോർമോൺ അല്ലേ. FSH എന്ന് വെച്ചാൽ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ ഏതൊക്കെയായിരിക്കും? ഒവേറിയൻ ഹോർമോൺ. ഇത് കിട്ടിയാൽ അത് കിട്ടാൻ വളരെ എളുപ്പമാണ് അല്ലേ. ഒവേറിയൻ ഹോർമോൺസ് ഏതൊക്കെയായിരിക്കും? ഓഫ് കോഴ്സ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഈ ഒരു 4 ഹോർമോൺസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഫേസ് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കാം. ഫസ്റ്റ് മെൻസ്ട്രൽ ഫേസിൽ മിസ് പറയാൻ പോവാണ് 2 പിറ്റ്യൂട്ടറി ഹോർമോൺ മിസ് എഴുതി. LH, FSH. അടുത്ത ഒവേറിയൻ ഹോർമോൺസ് 2 ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ. ഓക്കെ, സോ മെൻസ്ട്രൽ ഫേസിൻ്റെ സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഈ 4 ഹോർമോണുകളും ഒരേപോലെ കുറയുമ്പോൾ, അതായത് 4 ഹോർമോണും ഒരേപോലെ റെഡ്യൂസ് ആകുമ്പോഴാണ് മെൻസ്ട്രൽ സൈക്കിൾ നടക്കുന്നത്. ഓക്കെ, ആ സമയത്ത് 4 ഹോർമോണും റെഡ്യൂസ് ആവുമ്പോൾ നമ്മുടെ എൻഡോമെട്രിയം ലെയർ ബ്രേക്ക് ഡൗൺ ആവും. അങ്ങനെയാണ് ബ്ലീഡിങ് ഉണ്ടാവുന്നത്. മനസ്സിലായോ? 4 ഹോർമോണും റെഡ്യൂസ് ആകും. സോ 4 ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോൾ യൂട്രസിൻ്റെ 3 ലെയേഴ്സ് ഉണ്ട്. ഓക്കെ,
പെരിമെട്രിയം, മയോമെട്രിയം, എൻഡോമെട്രിയം. അതിൽ എൻഡോമെട്രിയം അത് നമ്മൾ ഓർത്തിരിക്കുക, ബ്ലീഡിങ് നടക്കുന്ന സമയത്ത് എൻഡോമെട്രിയം ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഓക്കെ, അപ്പോൾ എൻഡോമെട്രിയം ലെയർ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മെൻസ്ട്രേഷൻ. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കിക്കേ, ഇവിടെ മെൻസ്ട്രേഷൻ്റെ നേരെ അവരെന്താ കൊടുത്തിരിക്കുന്നത്? ബ്രേക്ക് ഡൗൺ ഓഫ് മയോമെട്രിയം. വായിക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞ കേസാണ്. ബ്രേക്ക് ഡൗൺ ഓഫ് മയോമെട്രിയം കറക്റ്റ് ആൻസർ ആണോ അവിടെ? അല്ല, മയോമെട്രിയത്തിന് പകരം എന്ത് വരണമായിരുന്നു? ബ്രേക്ക് ഡൗൺ ഓഫ് എൻഡോമെട്രിയം വരണമായിരുന്നു. അപ്പോൾ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്തത് മിസ് ഓവുലേഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, ഓവുലേഷന് മുമ്പായിട്ട് നമുക്ക് സെക്കൻഡ് ഫേസ് ആയിട്ട് വരേണ്ടത് പ്രോലിഫറേറ്റീവ് ഫേസ് ആണ്, അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസ് ആണ്. മെൻസ്ട്രേഷൻ കഴിഞ്ഞാൽ അടുത്ത ഫേസ് എപ്പോഴും പ്രോലിഫറേറ്റീവ് ആണ് കേട്ടോ, അതൊന്നും മനസ്സിൽ വെച്ചോളണേ. അപ്പോൾ അന്നേരം പ്രോലിഫറേറ്റീവ് ഫേസിൻ്റെ സമയത്ത് പതിയെ ഈസ്ട്രജൻ്റെ അളവും കൂടും, FSHൻ്റെ അളവും കൂടും. ബാക്കിയെല്ലാം കുറഞ്ഞു തന്നെ നിൽക്കും. LH കുറയും, അതേപോലെ തന്നെ പ്രൊജസ്റ്ററോണും കുറഞ്ഞു തന്നെ നിൽക്കും. ആര് മാത്രമാണ് കൂടുന്നത്? ഈസ്ട്രജനും കൂടും, FSHും കൂടും. അങ്ങനെ ഈസ്ട്രജനും FSHും കൂടിക്കഴിയുമ്പോൾ ചെറിയ രീതിയിൽ നമ്മുടെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്ന എൻഡോമെട്രിയം ഉണ്ടല്ലോ, അത് റീബിൽഡ് ആവാൻ വേണ്ടി തുടങ്ങും. ഓക്കെ, അതാണ് പ്രോലിഫറേഷൻ. ആ സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഫോളിക്കിൾസ് എല്ലാം ഡെവലപ്പ് ചെയ്യും. ഗ്രാഫിയൻ ഫോളിക്കിൾ വരെയുള്ള ഫോർമേഷൻ നടന്നിട്ടുണ്ടാവും. പ്രൈമറി ഫോളിക്കിൾ, സെക്കൻഡറി ഫോളിക്കിൾ, ടെർഷറി ഫോളിക്കിൾ, ഗ്രാഫിയൻ ഫോളിക്കിൾ, അവിടം വരെയുള്ള ഫോർമേഷനും നടന്നിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ പ്രോലിഫറേറ്റീവ് ഫേസ് എന്ന് പറയാം. അപ്പോൾ നോക്കി, അതിൻ്റെ നേരെ റാപ്പിഡ് റീജനറേഷൻ ഓഫ് മയോമെട്രിയം ആൻഡ് ഫേസ് മെച്ചുറേഷൻ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാവും നമുക്ക് മനസ്സിലായി, പക്ഷെ അപ്പോഴും എന്താ പറഞ്ഞേക്കുന്നത്? റീജനറേഷൻ ഓഫ് മയോമെട്രിയം അല്ല, റീജനറേഷൻ ഓഫ് എൻഡോമെട്രിയം ആണ്. അപ്പം അതും തെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സിയും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കഴിഞ്ഞാൽ മൂന്നാമത്തെ ഫേസ് ആണ് ഓവുലേറ്ററി ഫേസ്. ആ സമയം മക്കൾ ഓർത്തിരിക്കേണ്ട കാര്യം, 14th ഡേ ഓഫ് മെൻസ്ട്രൽ സൈക്കിളിലാണ് ഈ ഓവുലേറ്ററി ഫേസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഓൾറെഡി ഫോളിക്കുലാർ ഫേസിൽ ഈസ്ട്രജനും കൂടിയിട്ടുണ്ട്, FSHും കൂടിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ ഓവുലേറ്ററി ഫേസിൻ്റെ സമയത്ത് LHും കൂടി അങ്ങ് കൂടും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത് LH സർജ് എന്നാണ്. LH സർജ്. ഈ സമയം എല്ലാ ഹോർമോൺസും, പ്രൊജസ്റ്ററോൺ ഒഴിച്ച് ബാക്കി എല്ലാ ഹോർമോൺസും പീക്കിൽ നിൽക്കുന്ന സമയത്തെയാണ് നമ്മൾ ഓവുലേറ്ററി ഫേസ് എന്ന് പറയാം. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആപ്പബിൾ പീരീഡ് ഫോർ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സോ ഈ സമയത്ത് ഈസ്ട്രജൻ, FSH, LH എല്ലാം എന്താണ്? പീക്കിലായിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കിയേ, സെക്കൻഡ് ഓപ്ഷൻ ഓവുലേഷൻ. LH and FSH attain peak level and sharp fall in the secretion of പ്രൊജസ്റ്ററോൺ. LH ആൻഡ് FSH അറ്റൈൻ പീക്ക് ലെവൽ, അത് ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. ആൻഡ് ഷാർപ്പ് ഫോൾ ഇൻ ദ സെക്രീഷൻ ഓഫ് പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ സെക്രീഷൻ ആ സമയത്താണോ ഫോൾ ഡൗൺ ആവുന്നത്? അല്ല, ഓൾറെഡി പ്രൊജസ്റ്ററോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാണിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അടുത്തത് നോക്കിക്കേ, ഓപ്ഷൻ ഡി, ഡെവലപ്മെൻറ്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയം. അത് ഏത് ഫേസിൻ്റെ സമയത്താണ് പറഞ്ഞതെന്ന് മിസ് പറഞ്ഞത്? ലൂട്ടിയൽ ഫേസിൻ്റെ സമയത്ത് അല്ലേ. അപ്പോൾ അടുത്ത ഫേസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇവിടെ ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന ഒരാളുണ്ട് അല്ലേ, പ്രൊജസ്റ്ററോൺ. ഓൾറെഡി ആദ്യമേ തൊട്ട് കുറഞ്ഞിരിക്കുന്ന ആളാണ് പ്രൊജസ്റ്ററോൺ. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ആയി കഴിയുമ്പോൾ, അതായത് ലൂട്ടിയൽ ഫേസ് ആയി കഴിയുമ്പോഴത്തേക്കും, ഈ സമയം വരെ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യും ഓവുലേഷൻ്റെ സമയത്ത്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്തിട്ട് ഇറ്റ് വിൽ ഫോം അനദർ സ്ട്രക്ചർ കോൾഡ് കോർപ്പസ് ലൂട്ടിയം. ഓക്കെ, കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്താൽ മാത്രമേ പ്രൊജസ്റ്ററോണിൻ്റെ അളവ് കൂടത്തുള്ളൂ. കോർപ്പസ് ലൂട്ടിയം ഫോം ചെയ്താൽ ഉടനെ ആരുടെ അളവ് കൂടും? പ്രൊജസ്റ്ററോണിൻ്റെ അളവ് കൂടും. ബാക്കി LH, FSH, ഈസ്ട്രജൻ ഇതിൻ്റെ എല്ലാം അളവ് കുറഞ്ഞിട്ടുമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പ്രൊജസ്റ്ററോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയം എല്ലാം ഇംപ്ലാന്റേഷനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ ഫെർട്ടിലൈസേഷൻ നടന്നു എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗോ ഫോർ ഇംപ്ലാന്റേഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ ഒരു പ്രോസസ്സിലേക്ക് വരും.
അവിടെ ഫോം ചെയ്ത കോർപ്പസ് ലൂട്ടിയം വീണ്ടും റീജനറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് വീണ്ടും കോർപ്പസ് ലൂട്ടിയം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി പ്രൊജസ്റ്ററോൺ ഉണ്ടാവത്തില്ല. അപ്പോൾ വീണ്ടും അവിടെ പ്രൊജസ്റ്ററോണിൻ്റെ അളവ് കുറയും, പിന്നെയും ഈ കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ഓപ്ഷൻ ഒന്ന് വായിച്ചു നോക്കി. ഡെവലപ്മെന്റ് ഓഫ് കോർപ്പസ് ലൂട്ടിയത്തിന്റെ സമയത്ത് എന്താ വരാ? സെക്രീറ്ററി ഫേസ് ആണ്. ഇൻക്രീസ്ഡ് സെക്രീഷൻ ഓഫ് പ്രൊജസ്റ്ററോൺ, പ്രൊജസ്റ്ററോണിന്റെ അളവ് കൂടുന്ന സമയമാണ് കോർപ്പസ് ലൂട്ടിയം എന്ന് പറയുന്ന സമയം അല്ലെ. അപ്പൊ ഏതായിരിക്കും ഇവിടെ കറക്റ്റ് ഓപ്ഷൻ? ഓഫ് കോഴ്സ് എന്ത് തന്നെയാണ്? ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ അല്ലേ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ മനസ്സിലാക്കിയാൽ ഇതിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യനും നമുക്ക് സുഖമായിട്ട് അറ്റൈൻ ചെയ്ത് പോകാം. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കണം, ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഒരു പോർഷൻ മനസ്സിലായല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് ബയോളജിയുടെ കേസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ കേട്ടു, മനസ്സിലാക്കി, ടീച്ചർ പറയുന്നത് കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ആ ഒരു പോർഷൻ്റെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ച് മനസ്സിലാക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ലൈൻ ബൈ ലൈൻ മനസ്സിലാക്കണം എന്നാണ് നമ്മൾ ബയോളജിക്ക് പറയാറ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ, if for some reason the vasa efferentia in human reproductive system get blocked, the gametes will not be transported from. ഒരു ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെന്ന് മനസ്സിലായി അല്ലേ. അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? അപ്പം ആദ്യമേ നമ്മൾ പാർട്സ് അറിയണം അല്ലേ. അപ്പം ഇവിടെ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻ മെയിലാണ് പറയുന്നത്. അപ്പം മെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്കറിയാം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പെയർ ഓഫ് ടെസ്റ്റിസ് ആണ് അല്ലെ. ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേം ഏതെല്ലാം അക്സസറി ഡക്റ്റ് വഴിയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് ഇജാക്കുലേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകുന്നത്, അതാണ് നമ്മളിവിടെ അറിയേണ്ടത്. എന്നാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ ടെസ്റ്റിസിൽ സെക്രീറ്റ് ചെയ്യുന്ന സ്പേം റെറ്റേറ്റ് ടെസ്റ്റിസ്, ഓക്കെ, റെറ്റേറ്റ് ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യ വഴി എപ്പിഡിഡൈമിസ് വഴി വാസ് ഡിഫറൻസ് വഴി പുറത്തേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് പോകും. ഓക്കെ, ഇതാണ് അതിൻ്റെ പാത്വേ. എങ്ങനെയാണ്? റെറ്റേറ്റ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്. ഓക്കെ, ഇതാണ് പാത്വേ ഓഫ് ഇജാക്കുലേഷൻ ഓഫ് സ്പേം ത്രൂ ദി അക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അക്സസറി ഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും അതിൻ്റെ കറക്റ്റ് ഓർഡർ ചോദിച്ചാലും മക്കൾക്ക് ഇത് എഴുതാം. ഓക്കെ, ഇനി ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എപ്പിഡിഡൈമിസ് ഉണ്ടല്ലോ, ഈ എപ്പിഡിഡൈമിസിലാണ് ടെമ്പററിലി സ്പേം സ്റ്റോർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എപ്പിഡിഡൈമിസിലാണ് സൈറ്റ് ഓഫ് മെച്ചുറേഷൻ ഓഫ് സ്പേം എന്ന് പറയും. സ്പേം മെച്ചുവേർഡ് ആവുന്നത് എപ്പിഡിഡൈമിസിലാണെന്ന് പറയും. എന്താണ് സ്പേം മെച്ചുവേർഡ് ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്പേമിന് മോട്ടിലിറ്റി കപ്പാസിറ്റി കിട്ടുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും? എപ്പിഡിഡൈമിസിൽ വെച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റും. നോക്കിയേ, ക്വസ്റ്റ്യൻ ഇതായിരുന്നു. If for some reason, എന്തെങ്കിലും റീസൺ കാരണം വാസ എഫറൻഷ്യ ഇൻ ദ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, വാസ എഫറൻഷ്യ ബ്ലോക്കായി, ഗെറ്റ് ബ്ലോക്ക്ഡ്, അങ്ങനെയാണെങ്കിൽ ഗമേറ്റ്സ് വിൽ നോട്ട് ബി ട്രാൻസ്പോർട്ടഡ് ഫ്രം, എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യില്ല എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് എൻ്റെ ആൻസർ കിട്ടും അല്ലേ. എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ നോക്കിക്കേ, എങ്ങനെ ആയിരിക്കും? വളരെ സിമ്പിളായിട്ട് കിട്ടുമല്ലേ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാമെങ്കിൽ. എന്തായിരിക്കും? അതെ, വളരെ ശരിയാണല്ലേ. ടെസ്റ്റിസിൽ നിന്ന് എപ്പിഡിഡൈമിസിലേക്ക് ഒരിക്കലും സ്പേം ട്രാൻസ്പോർട്ട് ചെയ്യത്തില്ല വാസ എഫറൻഷ്യ ബ്ലോക്ക് ആയിട്ടിരുന്നാൽ. അപ്പോൾ ഓപ്ഷൻ ഏതാ വരാ? ഓപ്ഷൻ എ, ടെസ്റ്റിസ് ടു എപ്പിഡിഡൈമിസ്. ക്ലിയർ അല്ലേ? ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ ഒരു പാത്വേ ഓർത്തിരിക്കുക എങ്കിൽ വളരെ സിമ്പിളായിരിക്കും.
അപ്പം ഇങ്ങനെയുള്ള വളരെ ഷോർട്ട് കട്ട്സോടുകൂടി എങ്ങനെയാണ് നമുക്ക് നീറ്റ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മളിവിടെ ഓരോ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ കാണിച്ചു തരുന്നത്. ഇതെല്ലാം പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നമ്മൾ ബുദ്ധിമുട്ടേണ്ട കാര്യം വരില്ല. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അത് എങ്ങനെ ഷോർട്ട് കട്ടിലൂടെ ഓർത്തിരിക്കാമെന്ന് മനസ്സിലാക്കുക, വളരെ കൂളായിട്ട് നമ്മുടെ എക്സാം ക്രാക്ക് ചെയ്യുക. ഓക്കെ, സോ ബാക്ക് ടു അതർ ക്വസ്റ്റ്യൻ. ഓക്കെ, the figure given below depicts a diagrammatic sectional view of the female reproductive system of human. Which one set of 3 parts out of 1 2 sets have been correctly identified? പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? കാണുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതൊരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മിസ് ഓർത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ മെൻസ്ട്രൽ സൈക്കിൾ പറഞ്ഞ സമയത്ത് നമ്മൾ 3 ലെയേഴ്സിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു അല്ലേ? എൻഡോമെട്രിയം, മയോമെട്രിയം, പെരിമെട്രിയം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ 3 ലെയേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ എൻഡോമെട്രിയം ലെയർ മാർക്ക് ചെയ്തിട്ടുണ്ട്, മയോമെട്രി ഉണ്ട്, പെരിമെട്രി ഉണ്ട്. 3 ലെയേഴ്സും അവർ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 3 ലെയേഴ്സും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനാണ്. ഇതിവിടെ വരുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷനെയാണ് നമ്മൾ എന്ത് പറയുക, ഫലോപ്പിയൻ ട്യൂബ് അല്ലെങ്കിൽ ഓവി ഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓവി ഡക്റ്റിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓവറി ഇതാണ്, 2 സൈഡിലുമുള്ള ഓവറി. അപ്പോൾ ഓവറിയോട് വളരെയധികം ക്ലോസർ ആയിട്ടായിരിക്കും നമ്മുടെ ഓവി ഡക്റ്റുകൾ പൊസിഷൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഓവി ഡക്റ്റിൻ്റെ പാർട്സ് ചോദിച്ചാൽ മക്കൾ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ മിസ് ഇവിടെ മാറ്റി വരച്ച് കാണിച്ചു തരാം. ഇപ്പം ഇതൊരു ഓവറിയാണ്, ഇവിടെ നിന്ന് ഓവി ഡക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓവി ഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവി ഡക്റ്റിൻ്റെ പാർട്സ് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഇത്രയാണ്: ഇൻഫെൻഡിബുലം, ആൻഡ് ഇവിടെ വരുന്നത് ആംപുല, ഇസ്തമസ്. ഇത്രയാണ് 3 റീജിയൻസ് ഓഫ് ഓവിഡക്റ്റ് വരിക. ഇനി നമ്മുടെ ഇൻഫെൻഡിബുലത്തിലുള്ള ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഇൻഫെൻഡിബുലത്തിൻ്റെ പാർട്ടാണ് അടുത്ത ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, ആ ഇൻഫെൻഡിബുലത്തിൻ്റെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ഫിംബ്രിയൻ. ഓക്കെ, ഇൻഫെൻഡിബുലത്തിൻ്റെ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ഏതാണ്? ഫിംബ്രിയാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഇനി വേറൊരു കാര്യം ഇതിൻ്റെയോടൊപ്പം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന് ഓരോന്നിനും ഓരോ ഷേപ്പ് നമ്മൾ പറയുന്നുണ്ട്. ആദ്യമേ തന്നെ ഇപ്പം മിസ് പറഞ്ഞായിരുന്നു അല്ലേ, ഫിംബ്രി എന്ന് പറയുന്നത് ഫിംഗർ ലൈക്ക് ആണെന്ന് പറഞ്ഞു. ഇൻഫെൻഡിബുലം എന്ന് പറയുന്നത് ഫണൽ ഷേപ്ഡ് ആണ്. ഇൻഫെൻഡിബുലം ഫണൽ ഷേപ്ഡ് ആണ്, നമ്മളത് മറന്നു പോകത്തില്ല ഒരിക്കലും അല്ലേ. അടുത്തത് മറന്നു പോകാനും തെറ്റിപ്പോവാനും ചാൻസ് ഉള്ളത് ആംപുലയും ഇസ്തമസും ആണ്. ഇത് മാർക്ക് ചെയ്യുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരും. ആംപുലയാണോ ഇസ്തമസ് ആണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരാറുണ്ട്. നിങ്ങൾ താഴേന്ന് മേളിലോട്ട് പഠിക്കുക. ഓക്കെ, ഇൻഫെൻഡിബുലം, ആംപുല, ഇസ്തമസ്. ഇവിടെ ഓർത്തിരിക്കാനുള്ള ട്രിക്ക് മിസ് പറഞ്ഞുതരാം. എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? അതൊന്ന് ആലോചിച്ച് നോക്കി. എവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിൽ അല്ലേ? ആംപുലറി ഇസ്തമിക് ജംഗ്ഷൻ, അതായത് ആംപുലയുടെയും ഇസ്തമസിനും ഇടയ്ക്കുള്ള ജംഗ്ഷനിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓർക്കുക, ആ പേര് വെച്ച് തന്നെ ഓർക്കുക. ഇൻഫെൻഡിബുലം കഴിഞ്ഞാൽ അടുത്തത് ആംപുല, അടുത്തത് ഇസ്തമസ്. ഓക്കെ, ആംപുല എന്ന് പറയുന്നത് എപ്പോഴും ഒരു വൈഡർ പോർഷനും ഇസ്തമസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നാരോ പോർഷനും ആയിരിക്കും. ഓക്കെ, വൈഡർ ആംപുല ആൻഡ് നാരോ ഇസ്തമസ് എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഇവിടെയാണ് കുട്ടികൾ തെറ്റിക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും എഴുതാൻ പറ്റും. അപ്പോൾ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ പറയേണ്ടത് പെയർ ഓഫ് ഓവറീസ് ആയിരിക്കും. പിന്നെ ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈനയുണ്ട് അല്ലേ? സെർവിക്സും വജൈനയും എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, എന്തായിരിക്കും കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടാവാം? കുറച്ച് കൺഫ്യൂസിങ് ആണ് കാര്യം, അവിടെ ഇവിടെയും എല്ലാം മാർക്ക് ചെയ്തിട്ടുള്ള കൊണ്ട് മാത്രം വരുന്നൊരു കൺഫ്യൂഷനാണ്. ഓക്കെ, ഇപ്പം കുറച്ചൊരു സമയം എടുത്ത്, ഒരു സെക്കൻഡ് സമയം അല്ലെങ്കിൽ 2 സെക്കൻഡ് സമയം മാത്രം എടുത്ത് നിങ്ങൾ ഒന്ന് അനലൈസ് ചെയ്തേ.
കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്തായിരിക്കും നമുക്ക് വരുന്നത്? ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് മക്കൾ നോക്കി. ഫസ്റ്റിൽ സെക്കൻഡ് വൺ എൻഡോമെട്രിയം എന്നാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ലെയറാണ് എൻഡോമെട്രിയം ലെയർ. അപ്പം അത് ശരിയാണോ? അല്ല. ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കി. തേർഡ് വൺ ഇൻഫെൻഡിബുലം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ പഠിച്ചതനുസരിച്ച് നോക്കി, ഇൻഫെൻഡിബുലം കറക്റ്റ് ആണ് അല്ലേ. അടുത്ത ഫോർത്ത് വൺ ഫിംബ്രിയെ, അതും ശരിയായിട്ടാണ് വരുന്നത്. അടുത്ത ഫിഫ്ത്ത് വൺ എന്താണ്? സെർവിക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് ആയിട്ട് വരിക? ഓപ്ഷൻ ബി ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമ്മളിപ്പോൾ നോക്കി, അതിൽ മെയിലും നോക്കി ഫീമെയിലും നോക്കി അല്ലേ. അതേപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളും, ആ ഒരു ഇത്രയും പോർഷനിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് പോവാം. നോക്കി മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് സിഗ്നൽ ഫോർ പാർച്ചുറേഷൻ ഒറിജിനേറ്റ് ഫ്രം. എന്താണ് പാർച്ചുറേഷൻ? ഡെലിവറി ഓഫ് ദി ഫീറ്റസിനെ നമ്മൾ ബയോളജിക്കലി പറയുന്ന പേരാണ് പാർച്ചുറേഷൻ അല്ലേ. ആ പാർച്ചുറേഷൻ്റെ സമയത്ത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് നടക്കുന്നത്. അതായത് ഫീറ്റസ് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പം അവിടെ ഈ പാർച്ചുറേഷൻ്റെ സമയത്തുണ്ടാവുന്ന സിഗ്നൽ എവിടെ നിന്നൊക്കെയാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? കുഞ്ഞമ്മയുടെ വയറിനുള്ളിലാണ് കിടക്കുന്നത്. അപ്പോൾ എവിടെ നിന്നൊക്കെ, കുഞ്ഞിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ അല്ലെങ്കിൽ രണ്ടുപേരിൽ നിന്നാണോ ആ പാർച്ചുറേഷനുള്ള സിഗ്നൽ വരുന്നത്? നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പം അതിൻ്റെ ആൻസർ എന്തായിരിക്കും നോക്കിയേ. ഫസ്റ്റ് ഓപ്ഷൻ പ്ലാസെൻഡ ഒള്ളി. കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്ലാസെൻഡ വെച്ച്. പ്ലാസെൻഡയിൽ നിന്ന് മാത്രം ഇമ്പൾസ് വന്നു കഴിഞ്ഞാൽ ശരിയാകുമോ? ഇല്ല. അടുത്തത് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഒള്ളി. കുഞ്ഞിൽ നിന്ന് മാത്രം, അതും അല്ല. അടുത്ത നോക്കി, ബോത്ത് പ്ലാസെൻഡ ആസ് വെൽ ആസ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. പ്ലാസെൻഡയിൽ നിന്നും വരണം, ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസിൽ നിന്നും വരണം. അതായത് അമ്മയിൽ നിന്നും വരണം, കുഞ്ഞിൽ നിന്നും വരണം. പ്ലാസെൻഡ അമ്മയുടെ ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം അമ്മയുടെ പ്ലാസെൻഡയിൽ നിന്നും സിഗ്നൽ ഡെവലപ്പ് ചെയ്യണം, ഫീറ്റസിൽ നിന്നും സിഗ്നൽ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരിക? ബോത്ത് പ്ലാസെൻഡ ആസ് വെൽ ആസ് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ്. അപ്പം ഇവിടെ ഒരു കാര്യവും കൂടി മിസ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാർച്ചുറേഷൻ്റെ സമയത്ത് റിക്വയർഡ് ആയിട്ട് വരുന്ന ഹോർമോൺ ഏതാണ്? ഏത് ഹോർമോണാണ്? ഓക്സിറ്റോസിൻ. എന്താണ്? ഓക്സിറ്റോസിൻ. മറന്നു പോകരുത് കേട്ടോ, ഓക്സിറ്റോസിൻ. അത് കഴിഞ്ഞ് നമുക്കൊരു കണ്ടന്റ് നോക്കിക്കേ, ലാക്ടേഷൻ. ലാക്ടേഷന് റിക്വയർഡ് ആയിട്ട് വരുന്ന ഹോർമോൺ ഏതാണ്? ഈ സമയത്ത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറഞ്ഞ് എന്തായിരിക്കും? പ്രൊലാക്റ്റിൻ. ഏതാണ്? പ്രൊലാക്റ്റിൻ. ഇപ്പോൾ ഓക്സിറ്റോസിനും ചെറിയ രീതിയിൽ ബ്രസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെയും മാമറി ഗ്ലാൻഡ് ഡെവലപ്മെൻറ്റിൻ്റെയും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ മിൽക്ക് പ്രൊഡക്ഷന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ആണ്. ഓക്കെ, ക്ലിയർ? ഇനി ഫൈനൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് നോക്കിയിട്ട് ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആദ്യമേ പറഞ്ഞ കാര്യം ആരും മറന്നു പോകരുത്. ആദ്യം തൊട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുക. കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് മിസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, അതെല്ലാം മൈൻഡിലേക്ക് കയറ്റുക. കൂട്ടത്തിൽ ടെക്സ്റ്റ് ബുക്കും കൂടി വായിച്ചിട്ടുണ്ടാവണം, നിർബന്ധമായിട്ടും വായിച്ചിട്ടുണ്ടാവണം കേട്ടോ. അപ്പം ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കറക്റ്റ് സീക്വൻസ് ഓഫ് മെയിൽ അക്സസറി ഗ്ലാൻസ്. എന്തൊക്കെയാണ് മെയിൽ അക്സസറി ഗ്ലാൻസ്? അവരുടെ കറക്റ്റ് സീക്വൻസ് എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, മെയിൽ അക്സസറി ഗ്ലാൻസ് എന്ന് പറയുന്നത് 3 എണ്ണമാണ് വരുന്നത്. പേര് മിസ് ആദ്യമേ പറയാം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെക്കൻഡ് വൺ bulbourethral gland, and last one is seminal vesicle. ഓക്കെ, ഇതിൽ ബൾബോയുറീത്രൽ ഗ്ലാൻഡിനെ നമുക്ക് കൗപ്പേഴ്സ് ഗ്ലാൻഡ് എന്നും കൂടി പറയാം. കൗപ്പേഴ്സ് ഗ്ലാൻഡ്. ഓക്കെ, ഇങ്ങനെയാണ് 3 ഗ്ലാൻഡുകൾ ഉള്ളത്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോയുറീത്രൽ ഗ്ലാൻഡ് ആൻഡ് സെമിനൽ വെസിക്കിൾ. പക്ഷേ ഇതിൻ്റെ കറക്റ്റ് ഓർഡർ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡർ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ വരുന്നത് സെമിനൽ വെസിക്കിൾ, അതിനുശേഷം
പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, അതിനുശേഷം ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇങ്ങനെയാണ് നമ്മുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ്, ബൾബോ യുറീത്രൽ. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അങ്ങനാണെങ്കിൽ ഇവിടെ ഏതായിരിക്കും കറക്റ്റ് അറേഞ്ച്മെന്റ് ആയിട്ട് വന്നിട്ടുണ്ടാവുക? ഒന്ന് നോക്കിക്കേ. ഓപ്ഷൻ ബി അല്ലേ, സെമിനൽ വെസിക്കിൾ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആൻഡ് ബൾബോ യുറീത്രൽ ഗ്ലാൻഡ്. ഇതോടൊപ്പം തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ പറഞ്ഞു പോകാം. ഈ 3 ഗ്ലാൻഡുകളുടെയും സെക്രീഷനെ നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. സെമിനൽ പ്ലാസ്മ. ഈ സെമിനൽ പ്ലാസ്മയുടെ കൂടെ സ്പേം ചേർന്നാൽ ഇതിനെയാണ് വി കോൾ ഇറ്റ് ആസ് സെമൻ. ഓക്കെ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അക്സസറി ഡക്റ്റുകൾ ഉണ്ടല്ലേ, റെറ്റെ ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡിഡൈമിസ്, വാസ് ഡിഫറൻസ്, ഇവിടെ വഴി സ്പേം വരുവാണ്. ആ സ്പേം ആരുടെ കൂടെ ചേരും? ഇവരുടെ 3 പേരുടെയും സെക്രീഷൻ ആയിട്ടുള്ള സെമിനൽ പ്ലാസ്മയുടെ കൂടെ ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? സെമൻ ഉണ്ടാകുന്നു. ഈ സെമൻ എന്നുള്ള രീതിയിലാണ് മെയിലിൽ ഗമേറ്റ് പുറത്തേക്ക് റിലീസ് ആവുന്നത്. ഓക്കെ, ഈ സെമന്റെ കണ്ടന്റ് എന്തൊക്കെയാണ്? അതും എക്സാമിന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പൊ സെമന്റെ കണ്ടന്റ് വരുന്നത് കാൽഷ്യം, ഫ്രക്ടോസ്, കൂട്ടത്തില് കുറച്ച് എൻസൈംസും കൂടി. ഓക്കെ, കാൽഷ്യം അയോൺസ് ഉണ്ട്, ഫ്രക്ടോസ് ഉണ്ട്, കുറച്ച് എൻസൈംസ് ഉണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ ചേർന്നിട്ടാണ് സെമൻ പുറത്തേക്ക് റിലീസ് ആവുക. ഓക്കെ, അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ പറഞ്ഞത്. 5 ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് ജസ്റ്റ് നമ്പർ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ അല്ലേ. അതിൽ നിന്ന് കുറേ ടോപ്പിക്സ് ഇപ്പം മിസ് പറഞ്ഞു തന്നു. അപ്പോൾ അതിൽ നിന്നുള്ള വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്തുള്ള ഷോർട്ട് കട്ട്സ് ആണ് ഇടയ്ക്കൊന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതെല്ലാം ഒന്ന് മൈൻഡിൽ വെക്കുക. നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്ന സമയത്ത് മൈൻഡ് ഫ്രഷ് ആക്കി വെച്ചിട്ട് വീഡിയോസ് കാണാം, എന്നാലേ നമുക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. വീണ്ടും നമ്മൾ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.